അങ്ങനെ നമ്മൾ വരുന്ന വഴി ലങ്കൃതം വില്ലേജ് പറഞ്ഞ വില്ലേജിലെത്തി. കണ്ടോ, ഇവിടെ ഉള്ള കാഴ്ചകൾ പറഞ്ഞാൽ ചെറിയ ചെറിയ വീടുകളുണ്ട്. ഇനി കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നല്ല കാഴ്ച ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം എന്തായാലും വരുന്ന വഴി ഒന്ന് കയറി നോക്കിയതാണ്. ഈ ഒരു വില്ലേജിൽ വളരെ വളരെ ചെറിയ വീടുകളാട്ടോ. കണ്ടോ, അതൊക്കെ ഒരു വീടാണ്. അത് നോക്കിയേ, അത്രമാത്രം ചെറിയ വീടുകളാണ്. ഇവിടെയും ഈ കാസി വിഭാഗക്കാരത്തിൻ്റെയാണ്. അവിടെ ഒരു കാസി സെക്കൻഡറി സ്കൂളൊക്കെ കാണുന്നുണ്ട്. കണ്ടോ, ആ ഒരു സ്കൂള് കാസി വിഭാഗത്തിൻ്റെ ഒരു സ്കൂളാണ്. കണ്ടോ, അവിടെ വീടുകൾ നോക്കിയേ. അതിനിടക്ക് കുറച്ചൊക്കെ വലിയ വീടുകളുണ്ട് കേട്ടോ. കണ്ടോ, ഇത് കുറച്ചൊരു വലിയ വീടാണ്. കാറും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ ഗുഹേ? എൻ്റെ പിന്നെ ഗുഹകളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പേടിയാണ്, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഓരോ ഗുഹകളാണ്. കണ്ടോ, ഇതൊക്കെ ഗുഹ നോക്കിയ. കണ്ടോ, അതാണ് ആ കാസി വിഭാഗത്തിൻ്റെ സ്കൂൾ എന്ന് പറഞ്ഞത്. ഇവിടെ ഇനി ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആ ഒരു പോയിന്റ് നോക്കി ഇങ്ങനെ പോവാണ്. കണ്ടോ, ഇവിടെ ഓരോ പാറകൾ നോക്കിയ, ഗുഹകൾ പോലത്തെ പാറകൾ. കണ്ടോ, ഇതൊരു തുരന്നുണ്ടാക്കുക തോന്നുന്നുണ്ട്. ഇതിനകത്തൊക്കെ ചിലപ്പോൾ ഇവിടുത്തെ ആളുകൾ താമസിക്കുന്നുണ്ടാവും. അത്രയും താഴ്ന്ന ജാതിക്കാരുള്ളൊരു വില്ലേജാണിത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഒരു മുകളിലെത്തി, ഏറ്റവും മുകളിലെത്തി. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് പറഞ്ഞത്. ആ ഗ്രാമത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു കുന്നാണിത്. കണ്ടോ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഈ ഇവിടുത്തെ ഒരു പ്രത്യേകമാക്കപ്പെട്ട ഒരു മലകളിനെയാണ് കാണാനുള്ളത്. കുറച്ച് അങ്ങോട്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വില്ലേജിൻ്റെ ഏറ്റവും മുകളിലൊരു കുന്നാണ്. ആ കുന്നിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം, വളരെ ചെറിയ വീടുകളാട്ടോ. ഈ കാസി വിഭാഗത്തിൽ തന്നെ അത്രയും താഴ്ന്ന ആൾക്കാരുള്ളൊരു ഗ്രാമമാണിത്. അതന്നെ അവർ പിന്നെ ഈ കല്ലുകളും ഒക്കെ ഇവിടെ തുരന്നാൽ കിട്ടുന്ന അങ്ങനത്തെ ഒരു പാറയാണ്. ആ ഒരു പാറ തുരന്ന് ധാരാളം ഗുഹകൾ കാണാൻ പറ്റുന്നുണ്ട്. മിക്കവാറും അതിനകത്ത് അവർ വസിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. കാരണം അത്രയും ചെറിയ വീടുകളാണ്. വീടുകൾ ഉണ്ടാക്കാനൊന്നും അത്ര സാമ്പത്തികമായിട്ട് കഴിയാത്ത ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തുരന്ന് അതിലൊക്കെ താമസിക്കാനുള്ള സാധ്യത ഉണ്ട്. കണ്ടോ, അതിനകത്തൊന്നും നമുക്ക് കയറാൻ പേടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റൂല. കണ്ടോ, ഇതൊക്കെയാണ് ആ ഗുഹകൾ എന്ന് പറയുന്നത്. കണ്ടോ, അവിടെ കണ്ടോ, അത് കണ്ടോ. പിന്നെ അതുപോലെ തന്നെ ഇരിക്കാനുള്ള സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ അവരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, പ്രാചീനമായ കാഴ്ചകൾ. ഈ കുന്നിൻ്റെ മുകളിൽ ധാരാളം ഇതുപോലത്തെ ഗുഹകൾ കാണാം. ശരിക്കും ഉള്ളിലോട്ടുള്ള ഗുഹകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ കല്ലുകളൊക്കെ അവർ പൊടിച്ച് അവരോരോ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നുണ്ട്. കണ്ടോ, ഇനി പോകുന്ന വഴി ധാരാളം ഗുഹകളുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ നോക്കിയാൽ അവിടെയൊക്കെ ഗുഹകളുണ്ട്. ശരിക്കും ഒരു ഗുഹാരൂപത്തിലാണ് ഇവരിത് ഉണ്ടാക്കുന്നത്. അതിനുള്ളിലേക്കൊക്കെ പോകാൻ പറ്റുന്നൊരു, കണ്ടോ, അതൊക്കെ നോക്കിയേ. അത്യാവശ്യം ഉള്ളിലോട്ട് നല്ല വഴിയുള്ള പോലെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇനി ഇവിടെ കുറച്ച് ഗുഹകളുണ്ട്. കണ്ടോ, ഈ ഗുഹ ഒക്കെ നോക്കിയേ. അതിനുള്ളിലോട്ട് ധാരാളം പോകാൻ പറ്റും. അങ്ങനത്തെ ഗുഹയാണ് അതൊക്കെ. കണ്ടോ, ഒരു പുതിയൊരു ഗുഹ. കണ്ടോ, അതിനകത്തൊക്കെ ഉള്ളിലോട്ട് വഴികളുണ്ട്. ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാം. എന്തോ മനസ്സിലാവണില്ല. കണ്ടോ, ഇതിനകത്തൊക്കെ ധാരാളം ഗുഹകളുണ്ട് കേട്ടോ, താഴ്ഭാഗത്തൊക്കെ. ഇനി കണ്ടോ, ഈ ഒരു ഗുഹ നോക്കിയേ. ഇതിനകത്ത് ശരിക്കും മനുഷ്യന് പോകാൻ പറ്റൂലേ? നോക്കിയേ, നല്ല വഴിയാണ്. പിന്നെ അടുത്ത ഗുഹ കണ്ടോ, ഇനി ഒരു ഗുഹ. ഇതൊക്കെ എന്തൊരു ഗുഹയാണോ.
ഒന്ന് നോക്കിയേ, ഇതിനകത്തൊക്കെ ശരിക്കും വസിക്കാൻ പറ്റുന്ന ഗുഹയാട്ടോ ഇതൊക്കെ. എൻ്റെ പൊന്നോ, അതൊക്കെ പഴയതാണ്. കണ്ടോ, ഒരു പുതിയതാ. എന്താ ഇതാ പഴയത്, ഉള്ളിലോട്ട് ധാരാളം ഉള്ളതാണത്. കണ്ടോ, എൻ്റെ പൊന്നോ, അതൊക്കെ കണ്ടോ. എത്ര വലിയ വീടാണെങ്കിലും മതിൽ ഇങ്ങനത്തെ മുള കൊണ്ടാണ്. കണ്ടോ വീടൊക്കെ ഷീറ്റ് കൊണ്ട്. ഷീറ്റ് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ടിന്നില്ലേ, ടിൻ ഷീറ്റ്, ടിന്ന് പൊളിച്ചെടുത്ത വീടുകളാണ് ഇതൊക്കെ. ഇത് നോക്കി വീടൊക്കെ. കണ്ടോ, ഇവരെ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണോ? ആണോ, ആ ഒരു ചാക്കൊണ്ട് മറച്ചൊരു ടോയ്ലറ്റ്സ് ഉണ്ടോ? ഈ ഒരു വീട് നോക്കി, ഇതാ അവരുടെ ടോയ്ലറ്റ്സ്. ഇതാ കണ്ടോ, കണ്ടോ, ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം. വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കാസി വിഭാഗത്തിലെ ജനവിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. റോഡുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ധാരാളം റോഡുകൾ ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത്. കാസി വിഭാഗത്തിൻ്റെ പരമ്പരാഗത ഡ്രസ്സുകൾ ധരിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള ആളുകളൊക്കെ നടക്കുന്നത്. കണ്ടോ, ഇവിടെ ചെറിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൂളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പോൾ താഴെ ഒരു സ്കൂൾ കണ്ടു, ഇവിടെ ഒരു സ്കൂൾ കണ്ടു. പിന്നെ വളരെ ചെറിയ ചെറിയ വീടുകളാട്ടോ. കണ്ടോ, ഇതൊക്കെ ഒരു വീടിന് വേണ്ടിയിട്ടാണ് കയറ്റുന്നത്. കണ്ടോ, നമ്മളെ ചെറിയ 2 ഷട്ടട്ട റൂമില്ല, വളരെ ചെറിയ റൂം, അത്ര വലിപ്പമുള്ള വീടുകളാണ്. കണ്ടോ, ഓരോ വീടുകൾ നോക്കിയേ. അപ്പോൾ നമുക്ക് വീടുകളൊന്നും പിന്നെ ഉള്ള വീടുകളിൻ്റെ സൗകര്യം പോരാന്നിട്ട് നമ്മൾ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര പോകുന്ന വീടുകൾ മതി നമുക്ക്. ഇപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടല്ലോ, വളരെ ചെറിയ കടകളാണ്, പക്ഷേ എത്രത്തോളം സാധനങ്ങളാണ് അതിലൊക്കെ വെക്കുന്നതെന്നോ. നമ്മൾ വലിയ വലിയ രീതിയിൽ ഉണ്ടാക്കിയിട്ടാണ്, അത് വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഈ വില്ലേജിൽ നിന്ന് ഇനി മെയിൻ റോഡിലേക്ക് വരികയാണ്. ലിംഗൃതം വില്ലേജ് എന്നാണ് നമ്മളിപ്പോൾ ഈ വന്ന വില്ലേജിൻ്റെ പേര്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു വില്ലേജിലത്തെ കാഴ്ചകൾ. ധാരാളം വില്ലേജുകളുണ്ട് ഇവിടെ. അപ്പോൾ ഈ വില്ലേജിലെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.